വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 152 ഉയർന്നു. ഇതുവരെ രക്ഷപ്പെടുത്തിയത് 800-ലധികം പേരെയാണ്. 200-ലേറെ പേരെ കാണാനില്ലെന്ന് രക്ഷപ്പെട്ടവർ പറയുന്നു. കാണാതായവരെക്കുറിച്ച് വിവരശേഖരണം തുടരുകയാണ്. ശരീരഭാഗങ്ങളുടെ DNA പരിശോധന നടത്തും. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരുടെ പ്രത്യേക യോഗം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നാളെ വയനാട്ടിൽ എത്തും. അനൂപ് ചേരുന്നു ചൂരൽമലയിൽ നിന്ന്. അനൂപ്, ഇന്ന് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവിടുത്തെ ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ പ്രധാനമായും മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്ന് കുടുങ്ങിക്കിടക്കുന്നവരിൽ ഭൂരിഭാഗം പേരെയും രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് രാവിലെയും അത് തുറന്നു. ഇന്ന് രാവിലെയും അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ 150-ലധികം പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രികളിലേക്ക് മറ്റും കൊണ്ടുപോവുകയാണ്. അതിൽ പരിക്കേറ്റവരുൾപ്പെടെയുള്ളവരെയാണ് ഇത്തരത്തിൽ ഇവിടുന്ന് മാറ്റുന്നത്. അതേസമയം അവിടെ കൂടുതൽ മൃതശരീരങ്ങളും അവിടെ നിന്ന് കണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. അത് ആ മേഖലയിൽ വീടുകളിൽ ഉൾപ്പെടെ വിവിധ സംഘങ്ങളായി സുരക്ഷാസേന വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തുകയാണ്. ശരീരാവശിഷ്ടങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ഇപ്പോഴും തുടരുന്നു. നിലമ്പൂരിൽ 25 മൃതശരീരങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരം. മേപ്പാടി CHCയിൽ 3 ശരീരാവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. ശരീരാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അതിനെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട DNA പരിശോധന ഉൾപ്പെടെ അതിനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. മേപ്പാടി CHCയിലുള്ള 98 മൃതദേഹങ്ങളിൽ 47 പുരുഷന്മാരും 44 സ്ത്രീകളുമാണുള്ളത്. 62 മൃതദേഹങ്ങൾ ഇതിനകം കുടുംബാംഗങ്ങൾക്ക് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിട്ടു നൽകിയിട്ടുണ്ട്. ഈ വിധത്തിൽ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. പൊതുവിൽ ഇതാണ് സാഹചര്യം. മേപ്പാടി മുണ്ടക്കയിൽ ആണ് ഏറ്റവും അധികം ദുരന്ത ബാധിതർ ഉള്ളത്. ഈ ഉരുൾപൊട്ടൽ ആദ്യം വന്ന് പതിച്ച സ്ഥലത്താണ്. ഈ നിരവധി വീടുകളുണ്ടായിരുന്നു. ആ മുണ്ടക്കൈ വന്ന് പതിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ നാമാവശേഷമായ ഒരു സാഹചര്യം. അനൂപ് തുടരണം. ചൂരൽമലയിൽ നിന്നുള്ള ഒരു സൈനിക इलाके के अंदर तकरीबन 500-600 NDRF, आर्मी, नेवी, स्टेट पुलिस, फॉरेस्ट रेंजर्स और लोकल वॉलंटियर्स जो है अंदर काम कर रहे हैं. लेकिन अभी कोशिश ये है कि इस ब्रिज को जल्दी से जल्दी हम दोबारा बना सकें ताकि जो इंजीनियर इक्विपमेंट है, जो अर्थ मूविंग इक्विपमेंट है, उसे हम अंदर दाखिल कर पाएँ इस एरिया में. और जो वहाँ पे जो रबल की खुदाई हो रही है उसमें थोड़ी हमें सहायता मिल जाए. अभी जो कार्रवाई हो रही है वो मैन्युअली हो रही है, गिनती बेलचा और अपने मैन्युअल एफर्ट से हो रही है, तो उसकी एफिशिएंसी इतनी ज़्यादा नहीं है. आज भी एयरलिफ्ट का है, बट अभी मौसम खुल जाए तो हेलीकॉप्टर स्टैंड बाय पे हैं, लेकिन जैसे ही मौसम खुलेगा तो कार्रवाई की जाएगी.